അങ്ങനെ USA-ക്കെതിരെ നടന്നിട്ടുള്ള T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ഒരു വിജയത്തോടു കൂടി 2 പോയിന്റ് നേടി തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മത്സരം ഇന്ത്യക്ക് അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വലിയ പ്രിഡിക്ഷൻസ് ആയിരുന്നു. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു, 300 റൺസ് എടുക്കുമെന്ന് പലരും പ്രഡിക്റ്റ് ചെയ്യുന്നു. പക്ഷേ USA-യുടെ ഒരു ഉഗ്രൻ ബോളിംഗ് പെർഫോമൻസ് ആണ് കണ്ടത്. 161-9 എന്ന് പറയുന്ന ഒരു സ്കോറിൽ ഇന്ത്യ ഒതുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ ബോളിംഗ് പെർഫോമൻസ്, അവരുടെ ഫീൽഡിംഗ് അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇന്ത്യയുടെ ക്രൂഷ്യൽ വിക്കറ്റ്സ്, ഇപ്പം അഭിഷേക് ശർമ്മ നേരിട്ടിട്ടുള്ള ആദ്യത്തെ പന്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് നഷ്ടമായി. അതിലിപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അഭിഷേക് ശർമ്മ ന്യൂസിലൻഡ് പരമ്പരയുടെ ഉൾപ്പെടെ ഇപ്പം 2-3 ഡക്കോളം ആയിട്ടുണ്ട് സോഫാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഇഷാൻ കിഷൻ ആണെങ്കിലും ഒരു പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ആദ്യമൊക്കെ സ്ട്രൈക്ക് റേറ്റ് കുറവായിരുന്നു. അവസാനം അദ്ദേഹം ഔട്ടാകുന്നതിന് മുൻപ് ആ ഒരു ഓവറിൽ വന്നിട്ടുള്ള ആ ഒരു 6-4 കൊണ്ടാണ് കുറച്ചെങ്കിലും ഇപ്പം 16 പന്തിൽ 20 എന്ന് പറയുന്ന ഒരു റൺസിൽ എത്താനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ തിലക് വർമ്മയുടെ ഒരു ഇന്നിങ്സാണ് എനിക്കിപ്പം ഈ ഒരു മത്സരത്തിൽ സൂര്യകുമാറിൻ്റെത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത്. 16 പന്തിൽ 25 റൺസ് എടുത്തത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആർക്കും അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹാർദിക് പാണ്ഡ്യയ്ക്കാണെങ്കിലും റിങ്കു സിംഗിനാണെങ്കിലും ഒക്കെ അക്സർ പട്ടേലാണ് ഒരു തരത്തിലെങ്കിലും ഒരു സപ്പോർട്ട് എന്ന നിലയിലേ വന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിലെ ഒരു ഫെയർ ലെവൽ പെർഫോമൻസ് നടത്തിയത് സൂര്യകുമാർ തന്നെയാണ്. തീർച്ചയായിട്ടും 49 പന്തിൽ 84 റൺസ് എടുത്തിട്ടുള്ള ഒരു കിടിലൻ പെർഫോമൻസ്. ഈ ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഔട്ടാകേണ്ടതാണ്. ക്യാച്ച് ഡ്രോപ്പ് ചെയ്താണ് അവരുടെ ശുഭം എന്ന് പറഞ്ഞിട്ടുള്ള താരം. അതെങ്ങാണം ആ ഒരു സിറ്റുവേഷൻ, എനിക്ക് 10-16 റൺസ് എടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനിലെ മറ്റുമാണ്. അവിടെ എങ്ങാണം ആ ഒരു ക്യാച്ച് കിട്ടിയിരുന്ന സത്യം പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിൻ്റെ ഫലം തന്നെ മറ്റൊന്നായി മാറിയേനെ. കാരണം ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു മത്സരത്തിൽ സൂര്യകുമാറിന് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഗ് മാച്ചിൽ എങ്ങനെ പെർഫോം ചെയ്യണം, അദ്ദേഹത്തിൻ്റെ മുംബൈയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ ആ ഒരു ഗ്രൗണ്ടിൽ എക്സ്പീരിയൻസ് എല്ലാം അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ സ്കൈ ഇന്നിങ്സ് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഈ ഒരു മത്സരത്തിലെ ആ ഒരു എൻ്റർടൈനിങ് ഫാക്ടർ തന്നെയായിരുന്നു സൂര്യകുമാർ എന്നുള്ളതാണ്. എന്താണെങ്കിലും USA താരങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിലിപ്പം അലിഖാനാണ് അഭിഷേകിൻ്റെ ആ ഒരു വിക്കറ്റ് എടുത്തത്. അദ്ദേഹത്തിന് ഒരു ഇഞ്ചറി പറ്റി. അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം 4 ഓവറൊക്കെ എറിഞ്ഞ് 2 ഓവർ എറിഞ്ഞിട്ട് 13 റൺസ് വിട്ടുകൊടുത്തിട്ട് ആ ഒരു വിക്കറ്റ്, അത് ഒരു വിക്കറ്റ് ആരെയാണ് ക്രൂഷ്യലായിട്ടുള്ള ആ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ്. അതുപോലെ ഷാക്വിക്കിൻ്റെ പെർഫോമൻസും 4 ഓവർ എറിഞ്ഞിട്ട് 25 റൺസ് വിട്ടുകൊടുത്തിട്ട് 4 വിക്കറ്റ് നേടി. എന്നാൽ നല്ല അടി വാങ്ങിച്ചത് ഇപ്പം നെത്രവാൾക്കർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ ഓവേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എറിഞ്ഞെങ്കിലും പിന്നെ അവസാനത്തെ ഒരു ചെണ്ടയായി മാറേണ്ടി വന്നത് അദ്ദേഹത്തിനായിരുന്നു എന്നുള്ളതാണ്. എനിവേ ഇന്ത്യ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സ്കോർ പോലും പടുത്തുയർത്തുമോ എന്ന് പറയുന്ന സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ, സ്കൈയുടെ അവസാനത്തെ ആ ഓവേഴ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന് അവസാനം വരെ ഔട്ടാകാതെ ബാറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറാണ് ഈ ഒരു 161 എന്ന് പറഞ്ഞ സ്കോറിലേക്കെങ്കിലും ഇന്ത്യ എത്തിക്കാൻ സാധിച്ചത്. പക്ഷേ സംബന്ധിച്ചിടത്തോളം 132 റൺസ് എടുക്കാനേ സാധിച്ചിട്ടുള്ളൂ. അവർക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ ഓവേഴ്സിൽ തന്നെ വിക്കറ്റ്സ് നഷ്ടമായി എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കുമ്പം 8-1, 11-2, 13-3 എന്ന് പറയുന്നൊരു നിലയിലേക്ക് ഒരു 3 ഓവറൊക്കെ ആകുന്ന സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറയുന്നതാണ്. ആദ്യം തന്നെ ആ ഒരു പാളിച്ച സംഭവിച്ചു. പിന്നെ ആണ് ഒരു തരക്കേടില്ലാത്ത ഒരു പാർട്ട്ണർഷിപ്പ്. ഇപ്പം മിലിന്ദ് കുമാറും അതുപോലെ തന്നെ സഞ്ജയും പിന്നെ ശുഭം അദ്ദേഹം ബാറ്റ് കൊണ്ട് പോലും ഒരു നല്ല പെർഫോമൻസ് നടത്തിയെന്നുള്ളതാണ്. ഇവരുടെ ഇന്നിങ്സുകളാണ് കുറച്ചെങ്കിലും USA-ക്ക് ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോളിംഗ് പെർഫോമൻസ് കൊണ്ട് എടുത്തു പറയുകയാണെങ്കിൽ സിറാജിൻ്റെ പേര് ഒരിക്കലും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ക്രൂഷ്യൽ വിക്കറ്റ്സ് ആണ് അദ്ദേഹം നേടിയത്. ഇപ്പം 4 ഓവർ അദ്ദേഹം എറിഞ്ഞിട്ട് ഇപ്പോൾ 29 റൺസ് വിട്ടുകൊടുത്താണ് 3 വിക്കറ്റുകൾ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത്. അതിൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള 2 ഓപ്പണേഴ്സിൻ്റെ വിക്കറ്റും അതുപോലെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ശുഭമിൻ്റെ വിക്കറ്റ്, അത് ലാസ്റ്റ് ബോളിൽ ആ വിക്കറ്റാണ്. പിന്നെ ഇപ്പോൾ അർഷദീപ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും നല്ല എക്കോണമി പിടിച്ചിട്ട് തന്നെയാണ് പന്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാർദിക് പാണ്ഡ്യയാണ് ഇപ്പം 8.5 എന്ന നിലയിലേക്കൊക്കെ വന്നത്. ബാക്കി എല്ലാവർക്കാണെങ്കിലും ആ ഒരു തരത്തിലൊക്കെ പന്തെറിയാൻ പറ്റി. എനിവേ ഈ ഒരു മത്സരത്തിൽ ആ സൂര്യകുമാറിൻ്റെ ആ ഒരു ഇന്നിങ്സും അതുപോലെ തന്നെ സിറാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു. അവസാന നിമിഷമാണ് റാണയ്ക്ക് പരിക്ക് വരുന്ന സിറ്റുവേഷനിൽ വരുന്നു. സിറാജ് എന്ന് പറയുന്നൊരു കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്യുന്നൊരു ബോളിംഗ് പെർഫോമൻസും അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ജനങ്ങൾ സൊല്യൂഷൻ സനിയ.